നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിന് CBI വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിന്റെ മനസാക്ഷി ഒന്നടങ്കം ആശങ്കപ്പെടുന്നത്. ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഇത്രത്തോളം ക്രൂരമായ ഒരു മരണം അഥവാ കൊലപാതകം കേരളം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിനെടുത്തു പറയേണ്ട വസ്തുത. 19-ാം വയസ്സിൽ ജോലിക്ക് കയറിയ കറകളഞ്ഞ ട്രാക്ക് റെക്കോർഡുള്ള ഒരു മനുഷ്യനെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കേരളം ഈ വിഷയത്തിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത്. ഇതിന് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ സാധിക്കൂ. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഇതൊരു കാരണവശാലും പുറത്തു വരാൻ പോകുന്നില്ല എന്നാണ് ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബവും നവീൻ ബാബുവിൻ്റെ ഭാര്യയും എടുത്തു പറഞ്ഞത്. എന്നാൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ കേസ് വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ 12-ാം തീയതി ഹൈക്കോടതിയിൽ ഇത് വിശദമായി തന്നെ വാദം കേൾക്കുകയുണ്ടായി. ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പറയുന്നത് എന്നിപ്പോഴും മനസ്സിലാകുന്നില്ല എന്നാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും ആശങ്കപ്പെടുന്നത്. സർക്കാരിന് ഇതിൽ എന്തൊക്കെയോ ആശങ്കപ്പെടാനുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ സ്ഥാപിത താല്പര്യക്കാർക്ക് ഈ വിഷയത്തിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരിലെ ക്വാറി മാഫിയയും കണ്ണൂരിലെ ഭൂമാഫിയയും ഒരു പറ്റം CPM ലോബിയും ചേർന്ന് തന്നെയാണ് നവീൻ ബാബുവിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും കൂടാതെ കണ്ണൂരിലെ തലമുതിർന്ന പല CPM നേതാക്കളും അടങ്ങിയ ഒരു ഗ്യാങ് തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. PP ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതിന്റെ കൃത്യമായ വിവരം അറിഞ്ഞു. നവീൻ ബാബു തന്റെ ക്വാർട്ടേഴ്സിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന വാർത്തയാണ് പിറ്റേ ദിവസം കേരളം അറിയുന്നത്. PP ദിവ്യ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ആശങ്കപ്പെടുന്നത്. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കളഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വിഷയത്തിൽ PP ദിവ്യയെക്കുറിച്ച് ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, PP ദിവ്യയുടെ പ്രസംഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്നാൽ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അത്രത്തോളം ഗുരുതരമായ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾക്ക് പറ്റിയിട്ടുണ്ട്, വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്ത പോലീസ് അവിടെ മുതൽ തന്നെ ഇതിലെ പാകപ്പിഴകൾ ആരംഭിച്ചിരിക്കുന്നു. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ലാതെ ഇൻക്വസ്റ്റ് നടത്താൻ പാടില്ല എന്നുള്ളൊരു ചട്ടം നിലനിൽക്കെ ഞങ്ങൾ ബന്ധുക്കൾ വന്നതിന് ശേഷം മാത്രമേ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കളക്ടറെ വിളിച്ചറിയിച്ചിട്ട് പോലും അങ്ങനെ ചെയ്തില്ല. കുടുംബം എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. മാത്രമല്ല കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയായ അല്ലെങ്കിൽ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന അപകീർത്തികരമായ പ്രസംഗം നടത്തിയ PP ദിവ്യയുടെ ഭർത്താവ് അജിത്ത് ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് NOC നൽകുന്നതിൽ നവീൻ ബാബു വരുത്തിയ കാലതാമസമാണ് നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് നവീൻ ബാബു 98,500 രൂപ, 1 ലക്ഷം രൂപ പ്രശാന്തൻ എന്ന് പറഞ്ഞൊരാളുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നൊക്കെയാണ് PP ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ പ്രസംഗിച്ചത്. ഈ പ്രശാന്തനും ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. മാത്രമല്ല CPMന് നിർണായക സ്വാധീനമുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന് ബന്ധുക്കൾ കളക്ടറെ വിളിച്ചറിയിച്ചിരുന്നു. കളക്ടർ അത് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. പുറത്തെവിടെയെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള താല്പര്യമുള്ള സ്ഥലത്ത് ചെയ്താൽ മതി എന്നാണ് കളക്ടർ പറഞ്ഞത്. എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബം പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്നാണ് പിന്നീട് കളക്ടർ വിളിച്ചറിയിച്ചത്. ഈ പോസ്റ്റ്മോർട്ടത്തിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുമെല്ലാം കൃത്യമായി തിരിമറികൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു കാര്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലീസ് നൽകിയിരിക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമെല്ലാം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞത് തന്നെയാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിന്റെ അടിവസ്ത്രം രക്തത്തിൽ കുതിർന്നിരുന്നു എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാവട്ടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം വസ്തുതകളൊന്നും ഇല്ലതാനും. ബാഹ്യമായോ ആന്തരികമായോ യാതൊരു മുറിവുകളും മൃതശരീരത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മാത്രമല്ല പോലീസ് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ
രക്തത്തിൽ മുങ്ങിയിരുന്ന കാര്യങ്ങളൊന്നും തന്നെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുമില്ല. ഇവിടെ മറ്റ് ചില വസ്തുതകൾ കൂടി നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പോസ്റ്റ്മോർട്ടം മേഖലയിൽ അതിവിദഗ്ധരായ ചില ഡോക്ടേഴ്സും ചൂണ്ടിക്കാണിക്കുന്നു. നവീൻ ബാബു തൂങ്ങിയാണ് മരിച്ചതെങ്കിൽ തീർച്ചയായും തൂങ്ങി മരണം നടന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം സ്റ്റെയിൻ റിപ്പോർട്ടിൽ നവീൻ ബാബുവിൻ്റെ മൃതശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിഷാംശങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ വിഷത്തിനും ഓരോ വിഷത്തിൻ്റെതായ രീതികളായിരിക്കും കാണിക്കുക. അങ്ങനെയെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് റിപ്പോർട്ടിൽ ഉള്ളിൽ ചെന്നിരിക്കുന്നത് സൈനൈഡ് പോലുള്ള വിഷമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പിങ്ക് നിറമായിരിക്കും സ്റ്റെയിനിങ് റിപ്പോർട്ടിൽ കാണിക്കുക. അല്ല, അമോണിയം നൈട്രേറ്റ് പോലുള്ള വിഷവാതകമാണ് അല്ലെങ്കിൽ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നതെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൽ കാണിക്കുക ചെറി നിറത്തിലുള്ള ഒരു കളറായിരിക്കും. ഇനി മറ്റേതെങ്കിലും വിഷമാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുക തവിട്ട് കളറായിരിക്കും. എന്നാൽ മൃതശരീരത്തിൽ വിഷാംശം ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ആന്തരിക അവയവങ്ങൾ എടുത്ത് പോലീസ് പരിശോധിച്ചിട്ടില്ല. പോലീസ് അത് ലാബ് പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല, സൂക്ഷിച്ചു വച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ടോക്സിക്കേഷൻ ടെസ്റ്റ് നടത്താതെ പോസ്റ്റ്മോർട്ടത്തിൽ വിഷാംശം മനുഷ്യ ശരീരത്തിൽ കടന്നിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ആന്തരികാവയവങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടില്ല, ഇനിയും പരിശോധിക്കാൻ സാധ്യതയില്ല. ആന്തരാവയവങ്ങൾ എടുത്തു വച്ചിട്ടില്ല, മനഃപൂർവ്വം അതെല്ലാം നശിപ്പിക്കുകയായിരുന്നു. CPM നിർണായക സ്വാധീനമുള്ള അടിമുടി CPM കാരനായ ഒരു ഡോക്ടർ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്ന് പറയുമ്പോൾ CPM എഴുതി കൊടുത്തതുപോലുള്ള കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഡോക്ടർ എഴുതി വച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, തൂങ്ങി മരിച്ച ആളുടെ ശരീരത്തിൽ കാണുന്ന സ്റ്റെയിനിങ് റിപ്പോർട്ടുകളല്ല, പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് റിപ്പോർട്ടുകളല്ല നവീൻ ബാബുവിൻ്റെ മൃതശരീരത്തിൽ കാണാൻ സാധിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. കാരണം ഇൻക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൃതശരീരത്തിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ സ്റ്റെയിനിങ് റിപ്പോർട്ട് കാണാൻ സാധിച്ചു. അതായത് ഒരാളെ മരിച്ചതിന് ശേഷം തറയിൽ താഴെ കിടത്തുകയാണെങ്കിൽ അവിടെ രക്തം അടിഞ്ഞുകൂടിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം നിറവ്യത്യാസമാണ് കാണിക്കുന്നത്. തൂങ്ങി മരിച്ച ഒരാളുടെ പുറകുവശത്ത് ഇത്തരം സ്റ്റെയിനിങ് കാണില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുമെല്ലാം അടിമുടി ദുരൂഹതകൾ, ഏതാണ്ട് 1 ഡസനോളം ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണം എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകനായ ജോൺ റാൾഫ് ഹൈക്കോടതിയിൽ കൃത്യമായി തന്നെ വാദിച്ചിരിക്കുന്നത്. വളരെ വിശദമായ ഒരു ആർഗ്യുമെൻ്റ് റിപ്പോർട്ടും അദ്ദേഹം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും CBI അന്വേഷണം തന്നെ ഉണ്ടാകും, അന്വേഷണത്തിന് ഉത്തരവിടും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ വിശ്വാസ്യതയെ പോലും ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാക്കിയും കാര്യങ്ങൾ പോകുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ വിഷയത്തിൽ CBI അന്വേഷണം തന്നെ ഉത്തരവിടും എന്നാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുബോധം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. CBI അന്വേഷണം വരികയാണെങ്കിൽ ഈ കേസിൽ CPM അടപടലം പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻക്വസ്റ്റ് ചെയ്ത ഡോക്ടർ മുതൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വരെയുള്ള വലിയൊരു സംഘത്തെ തന്നെ ഈ വിഷയത്തിൽ CBI ചോദ്യം ചെയ്യും. കൃത്യമായ വസ്തുതകൾ പുറത്തു വരും. കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ കണ്ണൂരിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംഭവങ്ങൾ നവീൻ ബാബുവിൻ്റെ മരണവുമായി ഉണ്ടായിട്ടുണ്ടോ ഇവരെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ CBI തയ്യാറായി കഴിഞ്ഞാൽ CPMൻ്റെ കഥ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് MP ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത്. MP ഗോവിന്ദനും MP ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയും MP ഗോവിന്ദൻ്റെ മക്കളും അടങ്ങിയ ചില ആളുകളുടെ വ്യവസായ സംരംഭങ്ങളുടെ ചില ദുരൂഹമായ കാര്യങ്ങൾ ഇതിലൂടെ പുറത്തു വരും. അതിൻ്റെ പല സംഭവങ്ങളുടെയും ചുരുളഴിയും എന്നതുകൊണ്ട് തന്നെയാണ് MP ഗോവിന്ദൻ CBI അന്വേഷണത്തിന് ആദ്യമേ വട്ടം കയറി നിന്നത്. CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടിൽ MP ഗോവിന്ദൻ തൻ്റെ അഭിപ്രായം പരസ്യമായി വിളിച്ചു പറഞ്ഞത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിൻ്റെ ഭാഗത്തു നിന്ന് CBI അന്വേഷണത്തിൽ ഉത്തരവുണ്ടാകും എന്ന് തന്നെ കേരളത്തിൻ്റെ പൊതുബോധം ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ അവർ മനസ്സിലാക്കുന്നു. എന്നാൽ ഇതിന് വിപരീതമായി ഏതെങ്കിലും തരത്തിലൊരു നടപടിക്രമങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ കോടതിയുടെ ഈ കാര്യത്തിലുള്ള വിശ്വാസ്യത പോലും ഒരുപക്ഷെ നഷ്ടമായേക്കാം എന്ന തരത്തിൽ തന്നെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു. എന്തായാലും നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി CBI അന്വേഷണം ഏർപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.